എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നിഫ്റ്റി ഇവിടെ നോക്കിയാൽ അറിയാം. നിഫ്റ്റി പ്രീവിയസ് ഡേ ഹൈ, ഇന്നലത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രീവിയസ് ഡേ ഹൈ, ഈ ഹൈ അടിച്ചിട്ട് R1 അടിച്ചിട്ട് ഇറങ്ങാൻ ആ ചാൻസ് കൂടുതലെന്ന് ഇന്നലത്തെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിഫ്റ്റിയിൽ നമുക്ക് കാണാം. ഇവിടെ പ്രീവിയസ് ഡേ ഹൈയും R1 അടിച്ചു, അതിനുശേഷം നല്ല രീതിയിൽ ഇറങ്ങി. അതായത് ഇവിടുന്ന് 25,600 റേഞ്ച് എന്ന 25,382 ഏകദേശം 200 പോയിന്റ് നല്ല രീതിയിൽ ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും നിഫ്റ്റി, ഒരു മിനിറ്റ്, ഞാൻ ആ പ്രൊഡിക്റ്റ് ചാനൽ ഓഫ് ചെയ്തോട്ടെ. അത് ഓഫാണ്. ഓക്കെ, ഇപ്പോഴും നിഫ്റ്റി ഒരു പ്രാവശ്യം ഈ ഹൈ അടിച്ചാൽ എനിക്ക് തോന്നുന്നത്, ഇപ്പം ഡേ ചാർട്ട് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് കുറേ ഒക്ടോബർ ടൈമിലൊരു ഗ്യാപ്പ് ഡൗൺ അടിച്ചതാണ്. ഇവിടെ ഗ്യാപ്പ് ഡൗൺ അടിച്ച് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് ഇവിടെ കയറി വന്നാലും പെട്ടെന്ന് തന്നെ ഇത് റിവേഴ്സ് ആകും ഇപ്പോഴത്തെ കണ്ടീഷന്. പക്ഷെങ്കിൽ ഇവിടെ ഒരു കുറേ, ഞാൻ എൻ്റെ ഒരു കണക്കൂട്ടിൽ ഇത് 25,000 മുകളിൽ കൺസോളിഡേഷൻ നടക്കുവാണെങ്കിൽ 25,300, 25,500 റേഞ്ചിൽ, 500 അല്ലെങ്കിൽ 600 റേഞ്ചിൽ ഇങ്ങനെ ഒരു ദിവസം കയറും, ഒരു ദിവസം കുറച്ചിറങ്ങും, അങ്ങനത്തെ രീതിയിൽ നിൽക്കുവാണെങ്കിൽ പുതിയൊരു ലെവലിലോട്ട് പോകാനൊരു ചാൻസും ഉണ്ട്. അതല്ല എങ്കിൽ ഇറങ്ങാനാണ് ചാൻസ് കൂടുതൽ. എന്തായാലും വരും ദിവസങ്ങളിൽ നോക്കാം. ഇപ്പം നാളെ ആണെങ്കിൽ പോലും പെട്ടെന്നൊരു പോസിറ്റീവ് മൂവ്മെൻറ്റിൽ ഈ റേഞ്ച് വന്നാൽ തട്ടി താഴെ വീണ്ടും വരും താഴോട്ട്. ഒരു കുറേ ദിവസം, ഒരു 5-6 ദിവസം ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഈ റേഞ്ച് ബ്രേക്കായി മുകളിലോട്ട് കയറാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. നിഫ്റ്റി മിഡ് ക്യാപ്പും ഞാൻ നേരത്തെ, ഒരു മിനിറ്റ്, ഇത് കണ്ടില്ലേ, ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് ഇവിടെ നിന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇത് ആൾക്കാരെ പറ്റിക്കാനാണോ എന്ന് എനിക്ക് അറിയില്ല. ഇത് ഡേ ചാർട്ടാണ്, അപ്പോൾ ഡേ ക്യാൻഡിലാണ് ഈ കാണുന്നത്. പക്ഷേ ഇന്ന് ക്ലോസിങ് അതിൻ്റെ മുകളിലാണ്. ചിലപ്പോൾ നാളെ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടി. എൻ്റെ ഒരു കണക്കൂട്ടി ഈ 13,450, 500, 600 അതായത് ഒരു മാക്സിമം പോകാൻ ചാൻസ് ഉള്ളൂ. അതിനുശേഷം ഒരു സെല്ലിങ് പ്രതീക്ഷിക്കുക ഈ ഷെയറിനകത്ത്. ഇതിനകത്ത് സെല്ലിങ് വരാനാണെങ്കിൽ ഈ ഒരു ലെവല്, ഈ ഒരു ലെവലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ബാങ്ക് നിഫ്റ്റി ഇപ്പോഴും ഹൈയിലാണ്. പക്ഷേ ബാങ്ക് നിഫ്റ്റിയിൽ എനിക്ക് തോന്നുന്നത് 58-നടുത്ത് പ്രാവശ്യം, 58-59 റേഞ്ചിലോട്ട് പ്രാവശ്യം വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അറിയത്തില്ല, ഹൈ നിൽക്കുവാണ്. മറ്റുള്ള ഇത് പോവാണെങ്കിൽ ഇതും കുറച്ചിറങ്ങും. എന്നാലും എപ്പോഴെങ്കിലും അടുപ്പിച്ച് തന്നെ അത് 58-59 റേഞ്ചിൽ ചിലപ്പോൾ പോകാനൊരു ചാൻസ് കാണിക്കും. 57-600 കണ്ടെന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസം, 57-500 ചില്ലുവാനം. അപ്പോൾ അവിടുന്ന് ഒരു ചെറിയൊരു ദിവസത്തെ ഒരു മൂവ്മെൻറ്റ് മതി ആ മുകളിലോട്ടൊന്ന് കിട്ടാൻ. എന്തായാലും ഈ പറഞ്ഞ ഏറിയ 58 റേഞ്ച്, 58,000 ബാങ്ക് നിഫ്റ്റി, പിന്നെ അതുപോലെ മിഡ് ക്യാപ് നിഫ്റ്റി ഇപ്പോഴത്തെ കണ്ടീഷന് 13,450 തൊട്ട് 13,600 വരെ ഈ റേഞ്ചിൽ നിന്ന് പെട്ടെന്ന് മുകളിലോട്ട് കയറത്തില്ല. നിഫ്റ്റി അതുപോലെ തന്നെ 25,700-800 റേഞ്ചിൽ നിന്ന് പെട്ടെന്ന് മുകളിലോട്ട് കയറത്തില്ല. അതാണ് എൻ്റെ ഒരു കണക്കൂട്ടിൽ. ഞാൻ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് പറയുന്നുണ്ട് മാർക്കറ്റിൽ അങ്ങനെ. അതുപോലെ തന്നെ മാർക്കറ്റ് ഹൈയിൽ 600, 666, 68 എങ്ങാണ്ട് വരെ വന്നു. 25, 668 വരെ എങ്ങാണ്ട് വന്നു. അവിടുന്ന് അത് ഇറങ്ങിപ്പോവുകയും ചെയ്തു. അപ്പോൾ വരും ദിവസങ്ങളിൽ നോക്കാം നമുക്ക് എന്താ മൂവ്മെൻ്റ് എന്ന്.
നമുക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തിരുന്ന ഷെയറുകളാണിത്. ഇത് ഈ ഗബ്രിയൽ എന്ന് പറയുന്ന ഷെയർ ഓപ്പണിങ്ങിൽ തന്നെ അപ്പർ സർക്യൂട്ട് ആയിരുന്നു. അതിനുശേഷം ലാസ്റ്റ് ടൈമിൽ ആ ഷെയർ കുറച്ചിറങ്ങി. അപ്പോൾ നാളെ അതിനകത്തുനിന്നൊരു പ്രതീക്ഷിക്കാതെ ഒരു ഹൈ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്കൊരു ചാൻസ് എടുക്കാം. ഇതിനകത്ത് നമ്മൾ ട്രേഡിങ് ചെയ്തേയില്ല. നമുക്ക് നല്ല ചാൻസ് തന്ന ഷെയർ സോട്ട, പിന്നെ പി ഫോക്കസിനകത്ത് നല്ല ചാൻസ് ഉണ്ടായിരുന്നു, ബെസ്റ്റ് ആഗ്രോയ്ക്കകത്ത് നല്ല ചാൻസ് ഉണ്ടായിരുന്നു, റൈമണ്ടിനകത്ത് നല്ല ചാൻസ് ഉണ്ടായിരുന്നു, എൻഡ്യൂറൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്നെ ഈ ആവറേജിന് മുകളിൽ പോയിട്ട് വരുവാണെങ്കിൽ നമുക്ക് ചാൻസ് ഉണ്ടെന്ന്. അതിനകത്തെല്ലാം നല്ല ചാൻസ് ഉണ്ടായിരുന്നു. RBL ബാങ്കിന് നല്ല അടിപൊളി ചാൻസ് ഉണ്ടായിരുന്നു. ലോറസ് ലാബിനകത്ത് ചെറിയ ചാൻസുകളാണ് തരുന്നത്, പക്ഷേ ഇത് ഏത് സമയത്തും താഴെ വരാൻ ചാൻസ് ഉള്ളൊരു ഷെയറാണ്. AU ബാങ്കിനകത്ത് നല്ല അടിപൊളി ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് കാണിച്ചു തരാം, ഒരു 4-5 ഷെയർ ഞാൻ കാണിച്ചു തരാം. RBL ബാങ്ക് നമ്മൾ എടുത്തിരുന്ന ഷെയറിനകത്ത് തന്ന നല്ല ചാൻസുകൾ തന്ന ഷെയറുകൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. RBL ബാങ്ക് വൺ സൈഡ് മൂവ്മെന്റ് താഴെ ഉണ്ടായിരുന്നു ഷെയർ. ഇവിടെ നോക്കിയാൽ അറിയാം. ഇവിടെ ഓപ്പണിംഗ് ഇവിടെ വരുന്നു, അതിനുശേഷം പ്രീവിയസ് ഡേ ഹൈയുടെ താഴെ വരുന്നു. അപ്പോൾ 260-90 നമ്മൾ എൻട്രി എടുത്താൽ നമുക്ക് 258 ഒരു 2.25 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് ഇവിടെ തരുന്നുണ്ട്. പക്ഷെങ്കിൽ അത് ബുക്ക് ചെയ്യാത്തവർക്ക് ഈ സ്റ്റോപ്പ് ലോസ് പോവും, ഒരു 1.5 രൂപയുടെ സ്റ്റോപ്പ് ലോസ് പോവും. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് അവിടുന്ന് അടുത്ത ലെവലിൽ പോകുന്നതെന്ന് നോക്കും. അത് അടുത്ത ലെവലിൽ പോയി, അടുത്ത ലെവലിൽ പോയിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ഇവിടെ എൻട്രി എടുക്കും. 264-90 എൻട്രി എടുത്താൽ അല്ലല്ല, അത് ആദ്യമേ നല്ല ഹൈ അടിച്ചു. ഇവിടെ നോക്കിയേ, ഫസ്റ്റ് എൻട്രിയിൽ തന്നെ 266-90. അതെ, ഇതാണ് ഹൈ. അപ്പോൾ നമുക്കിവിടെ 264 താഴോട്ട് വരുമ്പോൾ നമുക്ക് എൻട്രി എടുത്താൽ വൺ സൈഡ് മൂവ്മെൻ്റ് താഴോട്ട് നോക്കി. അത് 248 വരെ വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 16 രൂപ വൺ സൈഡ് മൂവ്മെൻ്റ് ഷെയർ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ AU ബാങ്ക് ഓപ്പണിങ്ങിൽ നോക്കിയാൽ അറിയാം, പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഓപ്പണായി, പ്രീവിയസ് ഡേ ഹൈയുടെ താഴെ ഇറങ്ങി. അപ്പോൾ നമുക്ക് 839-38 എടുത്താൽ പിന്നെ ഒരു പ്രാവശ്യം പോലും അത് കയറുന്നില്ല. 816 വരെ നല്ല ഹെവി മൂവ്മെൻ്റ് ആ ഷെയർ തന്നു. അതിനുശേഷം നമ്മൾ എൻഡ്യൂറൻസ് എന്ന് പറയുന്ന ഷെയർ, എൻഡ്യൂറൻസ് ടെക്ക് തലേ ദിവസത്തെ ആവറേജ് വന്നിട്ടിറങ്ങിയ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്കിയേ, തലേ ദിവസത്തെ ആവറേജ് എന്ന് പറയുന്നത് ഇവിടെ നോക്കിയാൽ അറിയാം, 2000 RBL എൻഡ്യൂറൻസ് 2932. ഇത് ഹൈ 2944 വരെ പോയിട്ട് 2930 താഴെ നിൽക്കുന്നതാണ്. നമുക്ക് അവിടെ എൻട്രി എടുക്കാൻ 2930 റേഞ്ചിൽ നമ്മൾ എൻട്രി എടുത്താൽ 2806, ഏകദേശം 120 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് ആ ഷെയർ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ചാൻസ് വന്നത് സോട്ട എന്ന് പറയുന്ന ഷെയർ. സോട്ട നല്ല ചാൻസ് ആയിരുന്നു. സോട്ട ഹെൽത്ത് കെയർ ഇവിടെ നോക്കിയാൽ അറിയാം, ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈയുടെ താഴെ ഓപ്പൺ ആവുന്നു, പ്രീവിയസ് ഡേ ഹൈ കട്ട് ചെയ്യുന്നു, R1 കട്ട് ചെയ്യുന്നു, ഇറങ്ങുന്നു. 1145-43 ഒക്കെ റേഞ്ചിൽ എൻട്രി എടുത്താൽ 1075 വരെ, ഏകദേശം 65-70 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വേറെ ചാൻസ് തന്നെ പി ഫോക്കസ് എന്ന് പറയുന്ന ഷെയർ. പി ഫോക്കസ് ഇത് ലാസ്റ്റ് മൂവ്മെൻറ്റ് നോക്കണ്ട, നമ്മളിവിടെ നോക്കിയാൽ അറിയാം, ഓപ്പണിംഗ് ക്യാൻഡിലിൽ പ്രീവിയസ് ഡേ ഹൈയും R1 കട്ട് ചെയ്തിട്ട് ഇറങ്ങി 157 എൻട്രി എടുത്താൽ നമുക്ക് 151 വരെ ചാൻസ് ഉണ്ട്. അതുപോലെ വേറെ
ബെസ്റ്റ് ആഗ്രോ നല്ല ചാൻസ് ചെയ്യുന്നുണ്ട്. ബെസ്റ്റ് ആഗ്രോ ഇതൊക്കെ കാണിക്കുന്ന പറഞ്ഞാൽ നിങ്ങൾക്ക് ആ മൂവ്മെന്റ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ആ പറയുന്ന പോലെ രീതിയിലുള്ള മൂവ്മെന്റ് വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ ജസ്റ്റ് മതി. ഇവിടെ കാണാം, ഇവിടെ പ്രീവിയസ് ഫ്ലാറ്റ് ഓപ്പണിംഗ് വന്നു, പ്രീവിയസ് ഡേ ഹൈ കട്ട് ചെയ്തു, R1 പോകുന്നില്ല, അതിനുശേഷം ഇവിടെ ഇറങ്ങുവാണ്. 389 ഇറങ്ങി കഴിയുമ്പോൾ നോക്കി 372 17 രൂപയ്ക്ക് എടുത്ത് പ്രോഫിറ്റ് ഷെയർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് മൂവ്മെൻറ്റുകൾ വരുന്നത്. നമുക്ക് വേണ്ടിയത് നമുക്കൊരു പേഷ്യൻസ് വേണം. എൻട്രി ചെയ്ത് നമ്മളിപ്പം ഇത് നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം ഇവിടെ ചാൻസാണ്. നമ്മളിപ്പം ഇവിടെ നോക്കിയാൽ 389.80 ലെവല്. അത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കും. നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 389 അല്ലെങ്കിൽ 388 റേഞ്ചിലെങ്കിലും നമ്മൾ എൻട്രി എടുക്കണം. 8 റേഞ്ച് എടുത്തെന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയാൽ മതി, കറക്റ്റ് ഹൈ അവിടെ വീണ്ടും വരുന്നുണ്ട് ഈ ഷെയർ. പക്ഷെങ്കിൽ നമ്മൾ പേടിക്കരുത്. ഇവിടെ ഇങ്ങനെ ഇതുണ്ടെങ്കിൽ നമുക്ക് അടുത്തിപ്പോൾ ഈ ഒരു അടുത്ത ലെവലുണ്ടെങ്കിൽ അടുത്ത ലെവലിന് മുകളിലോട്ടിടാം. വലിയ വ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രോഫിറ്റ്. പിന്നെ ഇടയ്ക്കുള്ള ഇപ്പം ഇവിടുത്തെ മൂവ്മെന്റ് ഇപ്പോൾ ഇത്രയും വരെ താഴെ പോയിട്ട് തിരിച്ച് കയറി ഇവിടോട്ട് വരുമ്പോൾ നമുക്ക് പിന്നെ ടെൻഷനായിട്ട് നമ്മൾ ഇവിടെ ഈ റേഞ്ചിലൊക്കെ കട്ട് ചെയ്ത് കളയും. പക്ഷേങ്കിൽ അത് വീണ്ടും തിരിച്ച് നല്ല രീതിയിൽ ഇറങ്ങിപ്പോവും. ഇതിനകത്ത് ഈ 20 EMA വെച്ചൊക്കെ വേണമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പ്രഡിക്റ്റ് ഈ ചാനൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ സ്ട്രാറ്റജിയിൽ ഒരു കോൺഫിഡൻസ് വേണം. പിന്നെ പേടി വരരുത്. തെറ്റായിട്ടുള്ള റേഞ്ചിൽ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചു പോകും. എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ 359 റേഞ്ചിൽ ഇത്രയും പെട്ടെന്ന് അടിക്കുന്നതാണോ നമ്മൾ ഇവിടെ കൊണ്ട് സെല്ല് ചെയ്ത് 378 അടിച്ചാൽ ഉറപ്പായിട്ടും ഇത്രയും കയറിയത് നമ്മൾ പേടിച്ചു പോകും. അപ്പോൾ നമ്മൾ മാക്സിമം ലെവലുകൾ കട്ട് ചെയ്യുന്ന ആ റേഞ്ചിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക. എന്നാലേ നമുക്കൊരു ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. നമുക്കിനി നാളത്തേനുള്ള ഷെയറുകൾ നാളത്തേന് കുറേ ഷെയറുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ 2 ഷെയറിനകത്ത് ബൈങ് ചാൻസ് നോക്കുക. ബൈങ് ചാൻസ് നമുക്ക് നോക്കണ്ടേ, ഇവിടെ നോക്കിയേ, ഇതിൻ്റെ ലോ 249.27, അതിൻ്റെ ഇതിൻ്റെ ലോ 248.01. ഇത് 48 താഴെ വന്നിട്ട് 48 മുകളിൽ കയറുകയാണെങ്കിൽ നമുക്ക് ബൈ ചെയ്യുന്നതിന് കുഴപ്പമില്ല. അതല്ല ഇവിടെ കണ്ടില്ലേ 42, അതിൻ്റെ S1 ഈ ലെവലിലോട്ട് വന്നിട്ട് കയറുവാണെങ്കിൽ ഏത് സപ്പോർട്ട് ലെവലിൽ നിന്ന് തിരിച്ച് കയറുന്നോ അല്ലെങ്കിൽ ലോയിൽ നിന്ന് തിരിച്ച് കയറുവാണോ എൻട്രി എടുക്കാം. ഫസ്റ്റ് എവിടെയാണോ റിവേഴ്സ് ചെയ്ത് മുകളിലോട്ട് കയറുന്നത്, HDFC ലൈഫ് അതുപോലെ 88 ലോ 80 S1. അപ്പം S1 ലോയിലോ ഒക്കെ വന്നിട്ട് തിരിച്ച് കയറുന്ന കണ്ടാൽ നമുക്ക് ചാൻസ് എടുക്കുന്നതിന് കുഴപ്പമില്ല. ഞാൻ ഈ ലോറസ് ലാബ് കുറേ ദിവസമായിട്ട് എടുക്കുന്നുണ്ട്. അതിനകത്ത് ചെറിയ ചാൻസ് തരുന്നുള്ളൂ, പക്ഷെ വൺ സൈഡ് മൂവ്മെൻറ്റ് തന്നിട്ടില്ല. അപ്പോൾ ഇന്നും എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ എൻട്രി ചെയ്യേണ്ടത് ഹൈ അടിച്ചിട്ട് ഇറങ്ങുമ്പോഴോ R1 R2 റേഞ്ച് ഇവിടെ പോകുന്ന സമയത്ത് എടുക്കാം. മൂവ്മെൻറ്റ് കണ്ട് വോളിയം കയറുന്ന കണ്ട വോളിയം കയറിയാണ് അത് ഇറങ്ങുന്നത് കണ്ടാൽ നമുക്ക് വെയിറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. 40s ആണെങ്കിൽ ഇത് F&Oയിലുള്ള ഷെയർ, അപ്പം അതിൻ്റെ അനുസരിച്ചുള്ള മൂവ്മെൻറ്റ്, ഹെവി മൂവ്മെൻറ്റ് ചിലപ്പോൾ കിട്ടത്തില്ല. പക്ഷേങ്കിൽ നോർമൽ രീതിയിലുള്ള മൂവ്മെൻറ്റ് കിട്ടും. ഇവിടെ നോക്കിയാൽ 802 ഈ R1 പോയിട്ടൊക്കെ ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഓപ്പണിങ്ങിൽ R1 മുകളിൽ പോയിട്ട് ഇറങ്ങണം. സെയില് 140 141 പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ അതിനകത്ത് നോക്കാം. ടാറ്റ സ്റ്റീല് R2 ലെവലിൽ നിന്ന് കിട്ടുവാണെങ്കിൽ ചിലപ്പോൾ നല്ലൊരു ചാൻസ് കിട്ടും. ബ്ലൂ സ്റ്റാർ കോർപ്പറേഷൻ എന്ന് പറയുന്ന ഈ ഷെയർ R1 R2 റേഞ്ചിൽ നിന്ന് ചാൻസ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും, നോക്കുക. ഈ ഗബ്രിയേൽ ലാസ്റ്റ് ടൈമിൽ ഒന്ന് ഇറങ്ങി 1011 അപ്പർ സർക്കിട്ട് അടിച്ചത്. ഇത് അവരുടെ ബിസിനസ് റീസ്ട്രക്ചറിങ് ചെയ്യുന്നെന്ന് പറഞ്ഞ് ഷെയർ കയറിയതാ. ഇവിടെ നോക്കിയാൽ അറിയാം എപ്പോഴാണത് ഓപ്പൺ ആകുന്നത്. 1011 2:55 ഓപ്പൺ ആയിട്ട് 932 വരെ വന്നു. ഇതൊക്കെ നമുക്ക് ഒരിക്കലും നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത്ര ഈ സമയത്ത് നോക്കിയിരുന്ന് ഇത് ഇറങ്ങുന്നത്. പക്ഷേ ഇവിടെ നോക്കിയാൽ അറിയാം നല്ലൊരു സെല്ലിങ് ക്യാൻഡിൽ ഉണ്ടല്ലേ, ആ ക്യാൻഡിലും നല്ല സെല്ലിങ് ഉണ്ട്. അപ്പം നാളെ ചിലപ്പോൾ ഈ ഹൈ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം, കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഞാൻ ഗബ്രിയേൽ എടുത്തിട്ടുണ്ട്. HDB
ഫൈനാൻഷ്യൽ സർവീസ് ഇന്ന് ലിസ്റ്റായ ഷെയറാണ്. അപ്പോൾ ഈ ഷെയറിനകത്തും നമുക്ക് ഹൈ അടിച്ചിട്ടോ R1 R2 റേഞ്ചിൽ നിന്നോ ചാൻസ് എടുക്കാൻ. ഡിജിറ്റൈഡ് എന്ന് പറയുന്ന ഈ ഷെയർ എനിക്ക് തോന്നുന്നത് ലോങ് ടൈമിലേക്ക് ഡെലിവറി എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നല്ലൊരു ചാൻസ് ഉള്ള ഷെയറാണ് ഈ ഡിജിറ്റൈഡ് എന്ന് പറയുന്ന ഷെയർ. ഇത് ക്ലോസിങ് 218 ഇത് ഓപ്പണിങ്ങിൽ ഇപ്പം 218 17 ഒക്കെ ഓപ്പൺ ചെയ്തിട്ട്, അല്ലെങ്കിൽ 15 16 ഓപ്പൺ ചെയ്തിട്ട് നേരെ താഴെ വന്ന് ഈ 212 താഴെ വന്നിട്ട് തിരിച്ചു കയറിയാലോ 209 താഴെ വന്ന് തിരിച്ചു കയറിയാലോ നമുക്ക് ബൈ ചെയ്യാൻ പറ്റും ഷെയർ. ചിലപ്പോൾ ഒരു ഹെവി മൂവ്മെന്റ് അപ്പിലോട്ട് കിട്ടും. പക്ഷേ ലോങ് ടൈമിലോട്ട് ചിലപ്പോൾ നല്ലൊരു ചാൻസ് തരാൻ സാധ്യതയുള്ളൊരു ഷെയറാണ്. അത് വാച്ച് ചെയ്യുക. ഷെയർ ഇപ്പോൾ കഴിഞ്ഞ ജൂൺ 11 ലിസ്റ്റഡ് ആയ ഷെയർ അക്വസ് കോർപ്പറേഷൻ്റെ, അതിൽ നിന്ന് ഡീമർജ് ആയ ഷെയറാണ്. വീനസ് പൈപ്പ് എന്ന് പറയുന്ന ഷെയർ 1500 ലെവലിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് നോക്കാം. ബജാജ് കൺസ്യൂമർ R2 ഓപ്പണിങ്ങിൽ ഒരു ഹെവി മൂവ്മെന്റ് പോയി കിട്ടുവാണെങ്കിൽ നല്ലതല്ലേ. ഇവിടെയൊക്കെ ആണെങ്കിൽ നമ്മൾ ചെറിയ ചാൻസ് എടുക്കാം. വിംത ലാബ് 500 മുകളിൽ പോയിട്ട് 490 താഴെ പോവാണെങ്കിൽ ചാൻസ് നോക്കുക. TTK ഹെൽത്ത് കെയർ R1 റേഞ്ചിൽ നിന്ന് താഴെ ഇറങ്ങുവാണെങ്കിൽ ചാൻസ് നോക്കുക. EIEFFL എന്ന് പറയുന്ന ഷെയർ 263 ഈ ആവറേജിൻ്റെ ശ്രദ്ധിക്കുക. ആവറേജിന് മുകളിൽ പോയതിന് ശേഷം തിരിച്ചിറങ്ങിയാൽ നമുക്ക് ചാൻസ് ആണ്. സുബ്രോസ് 1020 ഇതിൻ്റെ 52 വീക്ക് ഹൈ 1083. അപ്പം ഇത് ചിലപ്പോൾ കറങ്ങിയടിച്ച് കയറി വരാൻ ചാൻസ് ഉണ്ട്. ആ ലെവൽ കട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നോക്കുക. നമുക്ക് ലെവലുകൾ കട്ട് ചെയ്ത് ചാൻസ് എടുക്കാം. പക്ഷേ ഹൈ ക്വാണ്ടിറ്റിയിൽ ട്രേഡ് എടുക്കരുത്. SML ഇസൂസു ഒരു നല്ല മൂവ്മെന്റ് കിട്ടി. R3 വരാൻ, ഇതിനകത്തൊക്കെ R3 വരാൻ നിമിഷ നേരം കൊണ്ട് വരാൻ പറ്റും ഈ ഷെയറിനകത്തൊക്കെ. പക്ഷെങ്കിൽ ഇപ്പം R1 റേഞ്ചിലൊക്കെ വന്നിട്ട് വോളിയത്തിലാണ് ഇറങ്ങുന്നത്. വോളിയം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം ഈ ഷെയർ മുകളിലോട്ട് കയറുമ്പോൾ നമ്മൾ വോളിയം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം ഈ ലെവൽ വന്നു, അതിനുശേഷം ഈ ലെവലിന് മുകളിലോട്ട് കയറുമ്പോൾ തൊട്ട് നമ്മൾ വോളിയം ശ്രദ്ധിക്കുക. വോളിയം ശ്രദ്ധിച്ചു കഴിയുമ്പോൾ ഇപ്പം ഇവിടം വരെ ഒരു 1,00,000 എക്സാമ്പിൾ അങ്ങ് പറയുക, 2355 വരെ നോക്കുമ്പോൾ മൊത്തത്തിൽ 1,00,000 അല്ലെങ്കിൽ 1,50,000 ടേൺ ക്വാണ്ടിറ്റി ട്രേഡ് ആയിട്ടുള്ളതെങ്കിൽ 2,400 വരെ പോയിട്ട് സ്റ്റോപ്പ് ചെയ്ത് തിരിച്ചിറങ്ങുന്ന സമയത്ത് അതിനകത്തിലെ വോളിയം ശ്രദ്ധിക്കുക. അപ്പോൾ അതിനകത്ത് 20,000 30,000 പെട്ടെന്ന് കയറുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് സെല്ലിംഗ് ആണ്. അപ്പോൾ അങ്ങനെ സെല്ലിംഗ് കിട്ടുന്നില്ല, 5,000 1000 അങ്ങനത്തെ ഇതിൽ വോളിയം കയറുന്നുണ്ടെങ്കിൽ വിട്ടേക്കുക. അതല്ല വോളിയത്തിൽ ഇത് ഇറങ്ങാൻ തുടങ്ങിയാൽ നല്ല ഇറങ്ങും ഷെയർ. എനിക്ക് തോന്നുന്നത് ഇത് ഓട്ടോ സെയിൽസിൻ്റെ ഇത് ഉണ്ടായിരുന്നു, ഇന്നലെ വൈകുന്നേരം അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അനുസരിച്ചൊന്ന് കയറിയതാണ്. LT ഫുഡ് പ്രത്യേകം ശ്രദ്ധിക്കുക. 500 മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങിയാൽ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. JK ലക്ഷ്മി 1000 മുകളിൽ പോയിട്ട് ഈ R1 R2 ഏത് റേഞ്ചിൽ നിന്നാണോ തിരിയുന്നത് അവിടുന്ന് നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഷെയറിനകത്തെ മൂവ്മെൻറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഈ LNT ഫുഡ്, JK ലക്ഷ്മി, SML ഇസൂസു, ഗബ്രിയൽ നല്ല ചാൻസ് തരാൻ സാധ്യതയുള്ള ഷെയറുകളാണ്. അതുപോലെ വിംത ലാബ് 500 മുകളിൽ നിന്ന് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. ഓക്കെ, നാളെ എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.